നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ തൊട്ടരികിലാണ്. അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ സാൻറ്റോസും അദ്ദേഹവും ഒക്കെ പങ്കുവച്ചു. ആരാധകർ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ ഇന്ന് മത്സരമുണ്ട്. സാൻറ്റോസിന് എതിരാളികൾ കൊറിന്ത്യൻസാണ്. കൊറിന്ത്യൻസ് അറീനയിൽ വെച്ച് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ കളി നടക്കുന്നത്. നിലവിൽ സാൻറ്റോസിൻ്റെ അവസ്ഥ അറിയാമല്ലോ, റെലഗേഷൻ സോണിലാണ്. 8 കളി കളിച്ചിട്ട് വെറും 5 പോയിൻറ്റ്, 19ാം സ്ഥാനത്ത്. 20 ടീമുകൾ കളിക്കുന്നതിൽ 19ാമതാണ്. കൊറിന്ത്യൻസ് 8 കളികളിൽ നിന്ന് 10 പോയിൻറ്റുമായിട്ട് 12ാമതാണ്. ഏതായാലും ഒരു തിരിച്ചുവരവ് ഇന്നുണ്ടാകുമോ നെയ്മറുടേതെന്ന് ആരാധകർ ഉറ്റുനോക്കുമ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന വിവരപ്രകാരം നെയ്മർ ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സ്ക്വാഡിനോടൊപ്പമുണ്ട്. എന്നാൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ്. അവരുടെ ഒരു 11 എന്ന് പറയുന്നത് ഗബ്രിയൽ ബ്രസാവോ, അഡെർലൻ, ജെയ്വാൾഡോ, ലുവാൻ പെഴസ്, എസ്കോബാർ, ടോമാസ് റിങ്കൻ, ഗബ്രിയൽ ബൊൻറ്റെമ്പോ, റോൾ ഹെയ്സർ, പിന്നെ മുന്നേറ്റത്തിലേക്ക് ടച്ചിയാനോ അല്ലെങ്കിൽ ബഴിയൽ, സ്വറ്റൽഡോ, ടിക്കീഞ്ഞോ എന്നിവർ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ ഒരു വാർത്ത അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നെയ്മർ ജൂനിയർ മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ്. ഇന്നത്തെ മത്സരം അദ്ദേഹം കളിച്ചില്ലെങ്കിലും അടുത്ത മത്സരത്തിന് എന്തായാലും നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഗ്ലോബോ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ നെയ്മർ ഇതാ മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ്. അടുത്ത മത്സരം എന്ന് പറയുന്നത് കോപ്പ ഡു ബ്രസീലിലെ പോരാട്ടമാണ്. CR-ക്കെതിരെ വരുന്ന വ്യാഴാഴ്ചയാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്കാണത് നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.